റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലാണ് ചൂരൽമലയിൽ ഡ്രോൺ പരിശോധന അടക്കം നടക്കുന്നത്. പ്രശാന്ത്, ഇന്നലെ മുതലാണ് ഈ ഡ്രോൺ പരിശോധന, അതുപോലെ തന്നെ ശക്തമായ റഡാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പരിശോധന 6ാം ദിവസത്തിൽ കുറച്ചും കൂടി ശക്തമാക്കാൻ തീരുമാനമായത്. ചൂരൽമലയിൽ പുഴയുടെ ഭാഗം കേന്ദ്രീകരിച്ചാണ് കൂടുതൽ തെരച്ചിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണോ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്? അല്പസമയം മുമ്പാണ് ഈ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ പരിശോധന ആരംഭിച്ചത്. ഡ്രോൺ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയായിരുന്നു. അത്യാധുനിക സംവിധാനമാണ്, ക്യാമറ അടക്കം ഘടിപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ പ്രത്യേക സാങ്കേതിക സംവിധാനങ്ങളിൽ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് ഉപയോഗിച്ചുള്ള പരിശോധന പ്രധാനമായും 16 അടി വരെ താഴ്ചയിലുള്ള ശരീരാവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള ഉപകരണമാണ്. ആ പരിശോധനയാണ് അല്പസമയം മുമ്പ് നടന്നത്. പക്ഷേ പിന്നീട് അതിൽ നിന്ന് ഈ 2 സ്ഥലങ്ങളിൽ അവർ പരിശോധന നടത്തി. ഈ 2 സ്ഥലങ്ങളിൽ അവർക്ക് കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് തൽക്കാലത്തേക്ക് ആ തിരച്ചിൽ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് കൂടി വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മേഖലയിലാകെ തന്നെ കല്ലും മണ്ണുമൊക്കെ നിറഞ്ഞൊരു സാഹചര്യമുണ്ട്. ആ കല്ലുകൾ പൂർണ്ണമായും ഒരു സ്ഥലത്തേക്ക് പെറുക്കി മാറ്റി അടുക്കി കൂട്ടുന്ന ഒരു സമീപനം, ഒരു നീക്കം ഇപ്പോൾ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ വലിയൊരു ക്രമീകരണമൊക്കെ ഇപ്പോൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രധാനമായും നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇത്രയും ആഴമല്ല ഇവിടെ ഉണ്ടായിരുന്നത്. അതിലധികം ആഴത്തിലായിരുന്നു വെള്ളം ഒഴുകിയിരുന്നത്. പക്ഷേ ആ ആഴത്തിൽ, അതായത് ഇപ്പോൾ ഈ ബെയിലി പാലത്തിനും ഈ പുഴയുടെ ഒഴുക്കും തമ്മിലൊരു 6 അടിയിൽ താഴ്ച, 6 7 അടിയിലാണ് താഴ്ചയുള്ളത്. അതിനപ്പുറത്തേക്ക് ഇതൊരു 16 അടി താഴ്ചയിലേക്ക് വെള്ളം ഒഴുകിയിരുന്ന സ്ഥലമാണ്. സ്വാഭാവികമായും അത്രയും മണ്ണും കല്ലും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇതെല്ലാം മാറ്റിയെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ അകത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു തിരച്ചിൽ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയെങ്കിൽ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കല്ലും മണ്ണും തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ ദുർഗന്ധം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. മറ്റൊന്ന്, ഈ മൃതദേഹങ്ങൾ സംബന്ധിച്ച, അതായത് അഴുകിയ നിലയിലാണ് മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി ഡീകമ്പോസ്റ്റ് അവസ്ഥയിലുള്ള ഈ മൃതദേഹങ്ങൾ വളരെ പെട്ടെന്ന് മറവ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനൊരു നടപടിക്രമം നേരത്തെ ശ്യാം സൂചിപ്പിച്ച പോലെ 72 മണിക്കൂറെങ്കിലും അത് സൂക്ഷിച്ചുകൊണ്ട് ആദ്യം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതോടെ ഏതെങ്കിലും അതിൻ്റെ തിരിച്ചറിയാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഏതെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് അവർ പരിശോധിക്കും. ഒപ്പം തന്നെ കണ്ടെത്തുമ്പോഴുള്ള ഫോട്ടോകൾ എടുക്കും. അതിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ, ഒപ്പം തന്നെ ആഭരണങ്ങൾ, ഇതെല്ലാം തന്നെ കണ്ടെത്തി അത് ശേഖരിച്ച് വെച്ച ശേഷം ബന്ധുക്കളെ അറിയിക്കും. അല്ലെങ്കിൽ കാണാതായവരുടെ പട്ടികയിൽ നിന്ന് ഒത്തുനോക്കുകയും അത്തരം നടപടികൾ പൂർത്തിയായ ശേഷമാണ് ഇത്തരത്തിൽ ആരും ഏറ്റെടുക്കാത്ത മൃതദേഹങ്ങളടക്കം സംസ്കാരത്തിലേക്ക് പോകുന്നത്. നേരത്തെ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് സംസ്കരിക്കാൻ പോകുന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ തന്നെ നമ്മളോടക്കം കളക്ടർ മേഘശ്രീ നിലപാട് വ്യക്തമാക്കിയത് അത്തരത്തിൽ ആശങ്കയ്ക്ക് വകയില്ല. ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കും. അതിന് ഒട്ടും കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ഇങ്ങനെ സംസ്കരിക്കുന്ന നെല്ലിലേക്ക് വരിക. മാത്രമല്ല, നേരത്തെ ശ്യാം സൂചിപ്പിച്ച പോലെ ഇതൊന്നിച്ച് സംസ്കരിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ കളക്ടർ അടക്കം വ്യക്തമാക്കിയത്. പിന്നീട് ആരെങ്കിലും അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം. മറ്റൊന്ന്, നാളെ അത്തരത്തിൽ DNA പരിശോധനാ ഫലങ്ങൾ വരുമ്പോൾ ഒരാളെ തിരിച്ചറിയുകയാണെങ്കിൽ അവർക്ക് ഇതിന് അനന്തര കർമ്മങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ്, അത്തരമൊരു മാനുഷിക പരിഗണന കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. അതാണ് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള. ഇന്നിപ്പോൾ ഈ പറയുന്ന പോലെ ഉച്ചയോടുകൂടി വ്യവസായ മന്ത്രി പി രാജീവ് അടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം വന്നിരുന്നു. പി രാജീവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരച്ചിൽ ഇനി എത്ര ദിവസം കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ അത് തുടരട്ടെ എന്നുള്ളതാണ്. പക്ഷേ അതങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണം. നമ്മൾ ഇതിനു മുൻപ് സുരേഷ് ഗോപി അടക്കം ഈ വിഷയം സംസാരിച്ചിരുന്നു. ആ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞത് ആ ഘട്ടത്തിൽ, അതായത് സമാനമായ ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം അത്തരം സാഹചര്യങ്ങൾ കൂടി നോക്കി അതിൻ്റെ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണമെന്ന കാര്യങ്ങളൊക്കെ എല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. പക്ഷേ പി രാജീവ് പറഞ്ഞത് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലടക്കം സാമ്പത്തിക സഹായം അത് ലഭിക്കാൻ ഇടയാക്കും. മറ്റൊന്ന്, ഉത്തരാഖണ്ഡ് ദുരന്തത്തിലടക്കം സമയത്ത് വലിയ ദുരന്തമുണ്ടായ സമയത്ത് പി രാജീവ് എന്ന MP ആണ്. അദ്ദേഹം വന്ന് എല്ലാ സംസ്ഥാനത്തെ MP മാർക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ ദുരന്തങ്ങളിൽ പങ്കാളികളാകാനുള്ള സമയം
സാഹചര്യം ഒരുക്കിയിരുന്നു. അദ്ദേഹം 1 കോടി രൂപ അതിലേക്ക് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരം സാഹചര്യമുണ്ട് ഇപ്പോൾ. പക്ഷേ അതിന് ചില നിയമങ്ങൾ, ഒരു തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ദേശീയ ദുരന്തമാണെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളും സഹായങ്ങളും ഒക്കെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ടുകൂടിയാണ് അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റ് സംവിധാനം, യുനെസ്കോയുടെ അടക്കമുള്ള സംവിധാനങ്ങൾ, ഐക്യരാഷ്ട്രസഭയുടെ അടക്കം സഹായങ്ങളടക്കം തന്നെ നമുക്ക് ലഭിക്കാവുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകണം, ഇടപെടൽ ഉണ്ടാകണമെന്നൊരു ആവശ്യം കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഉച്ചയ്ക്ക് അടക്കം റിപ്പോർട്ട് ചെയ്താണ്. ഇവർക്ക് ഭക്ഷണം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അത് ഏറെക്കുറെ പരിഹരിക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് മന്ത്രിമാരടക്കം വ്യക്തമാക്കുന്നത്. സന്നദ്ധ സംഘടനകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന. സർക്കാർ റവന്യൂ സംവിധാനമുണ്ട് അതിനോടൊപ്പം തന്നെ. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസമായി ഇന്നലെ മുതലാണ് അതിനൊരു നിയന്ത്രണം വരികയും ഇവരെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തത്. അതോടുകൂടി ഇവിടെ ഭക്ഷണം എത്തിക്കുന്ന സംവിധാനത്തിലടക്കം ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി ഉണ്ടാകുമെന്നാണ് റവന്യൂ മന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വലിയ എതിർപ്പ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്നു എന്നുള്ളത് വളരെ പ്രസക്തം തന്നെയാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരം തർക്കങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ പോകരുതെന്ന നിർദ്ദേശം ഏതായാലും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിലാകെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് എല്ലാവരും പരിശോധിക്കുന്നത്. ആ പരിശോധനകൾക്ക് ശേഷമാണ് ഇനി ഏതൊക്കെ തരത്തിൽ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പുനരധിവാസം, നേരത്തെ പി രാജീവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പുനരധിവാസം വലിയ വെല്ലുവിളിയാണ്. പക്ഷേ ആ വെല്ലുവിളിയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. ആ മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇതിൻ്റെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഏതൊക്കെ തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. സ്വാഭാവികമായും നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം ആളുകൾക്ക് ഇവിടെ തന്നെ താമസം ഒരുക്കാൻ കഴിയും, അതിന് എത്രത്തോളം നിർമ്മാണങ്ങൾ നടത്തേണ്ടി വരും എന്നുള്ളതൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല മേഖലകളുണ്ട്, ബഫർ സോണിൻ്റെ ഭാഗമായി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതെല്ലാം കൂടി തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി നിലനിൽക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ എവിടെയൊക്കെയാണ് ഇതിനൊരു സംവിധാനം ഒരുക്കേണ്ടതെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ, അതായത് ഈ ദുരിതം അനുഭവിച്ച ആളുകളുമായിട്ടൊക്കെ ആലോചിച്ച ശേഷം മാത്രമായിരിക്കും ഒരു നടപടി ഉണ്ടാവുക. അത്തരം കാര്യങ്ങളിൽ ഇനി അടുത്ത ഘട്ടത്തിൽ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രാഥമിക പരിഗണന ഈ തിരച്ചിലിന് തന്നെയാണ്. ആ തിരച്ചിലിന് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. പക്ഷേ അതിൻ്റെ ഒരു പ്രാഥമിക നടപടി ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ശക്തമായ രീതിയിലുള്ള തിരച്ചിലടക്കം നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്കൊപ്പം രാജ്യസഭാ എം പി കൂടി ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട്, ഇവിടെ എത്തിയപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു? ഞാൻ ശരിക്കും 3 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഈ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഉണ്ട്. ഇത് ഞങ്ങൾക്ക് വളരെ എല്ലാ പ്രദേശവും വേണ്ടപ്പെട്ട തന്നെ, പക്ഷേ ഇലക്ഷൻ കാലത്തൊക്കെ ഇടയ്ക്ക് വരുന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ്, രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചൊന്നും യാതൊരു പരാതിയും ഇല്ല. നിർഭാഗ്യകരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ മണ്ണൊക്കെ ഉറച്ചു തുടങ്ങി. അപ്പോൾ എന്നിട്ട് നമുക്ക് കുറേ മിസ്സിങ്ങിൻ്റെ ഒരു ചിത്രം കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് ആയത് മുഴുവൻ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കാനുള്ള ഒരു മനസ്സില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇടയ്ക്ക് വളരെ മിറാക്കുലസ് എസ്കേപ്പ് ഒരു 4 പേരെ നടത്തി, 4 പേരെ നടത്താൻ സാധിച്ചു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും. ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഇതിനൊക്കെ എല്ലാ ധാർമ്മിക പിന്തുണയും കൊടുക്കാമുള്ളതാണ്. അപ്പോൾ സഹായങ്ങൾ എത്തിക്കാമുള്ളതാണ്. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളും നന്നായി തന്നെ പ്രവർത്തിക്കുന്നു. ഇന്നത്തെ സ്ഥിതിയിൽ ആർക്കും പരാതികളില്ല, രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലുകളില്ല. നല്ലത് പ്രതീക്ഷിക്കാം, വേറെന്താ ചെയ്യാം. മറ്റൊന്ന്, നേരത്തെ പി രാജീവ് അടക്കം വരുമ്പോൾ പറഞ്ഞൊരു കാര്യം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. കാരണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ എം പിമാർക്ക് കൂടി നമുക്ക് സഹായം നമ്മുടെ സംസ്ഥാനത്തേക്ക്. അതിനകത്തൊരു കാര്യമുള്ളത്, ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആദ്യം ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞ ഒരാൾ ഞാനായിരുന്നു പാർലമെൻറ്റിൽ. ഈ സംഭവം നടന്ന ആ ദിവസം തന്നെ പുലച്ചക്ക് നടന്നു. അന്ന് രാവിലെ ഞങ്ങൾ ഈ പ്രശ്നം പാർലമെൻറ്റിൽ ഉന്നയിച്ചു. ഞാനാണ് ആദ്യം പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും പിന്നീട് സംസാരിച്ചവരും ഒക്കെ അത് പറയുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ 2013 ഒരു നിയമം അനുസരിച്ചിട്ട്, ഒരു മാറ്റം അനുസരിച്ചിട്ട് ഈ പ്രകൃതിക്ഷോഭത്തിൻ്റെ ഫലമായുണ്ടാകുമ്പോൾ ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള വകുപ്പില്ലാമുള്ളതാണ്. അതിന് കലാമിറ്റി ഓഫ് എ സിവിയർ നേച്ചർ എന്നാണ് പറയാൻ പറ്റുക. അപ്പോൾ അത് 2013 പാർലമെൻറ്റിനകത്തുള്ള ഉത്തരം തന്നെയാണ്. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയായിരുന്ന കാലത്ത് കൊടുത്ത ഉത്തരമാണ്. അപ്പോൾ കലാമിറ്റി ഓഫ് എ സിവിയർ നേച്ചറാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇനി കലാമിറ്റി ഓഫ് എ സിവിയർ നേച്ചർ ആണെങ്കിലും ദേശീയ ദുരന്തമാണെങ്കിലും സംഗതി നടന്നാൽ മതി. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ട് ദേശീയ ദുരന്തം എന്ന് ചിലപ്പോൾ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞപ്പോൾ അതിതീവ്ര ഒരു അപകടം, ദുരന്തം എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും ഈ ദൗത്യത്തിൽ പങ്കെടുത്തുകൊണ്ട് സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉദാരമായൊരു സമീപനം ഉണ്ടാവണം. അതിന് ഗൈഡ് ലൈൻസൊക്കെ ഇറക്കിയാലും മതി ഇതിൻ്റെ റീകൺസ്ട്രക്ഷന് വേണ്ടി സഹായിക്കാൻ കഴിയുമുള്ളത്. അതാണ്
CPIയുടെ രാജ്യസഭാംഗം കൂടിയായ പി സന്തോഷ് കുമാറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് ദേശീയ ദുരന്തം എന്ന നിലയിൽ വളരെ പെട്ടെന്ന് ചിലപ്പോൾ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞേക്കില്ല, പക്ഷേ ഈ സാമ്പത്തിക സഹായം അടക്കം ലഭ്യമാക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും, അക്കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ വേണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ MP അടക്കം വ്യക്തമാക്കുന്നത്. ഇത് തന്നെയാണ് നേരത്തെ രാജുവും പറഞ്ഞത്. ദുരന്തമായി പ്രഖ്യാപിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ലഭിക്കേണ്ട സംവിധാനങ്ങൾ അതെല്ലാം തന്നെ ലഭിക്കുക എന്നുള്ളതാണ്. അതിന് ഏതൊക്കെ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റും, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെ, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെ, അത്തരം കാര്യങ്ങളിലാണ് ഒരു ഉറപ്പ് ലഭിക്കേണ്ടത്, മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത്. അമ്പിളി.